ഇറക്കുമതി ചെലവേറിയതാകുമ്പോൾ കയറ്റുമതി ലാഭകരമാകേണ്ടതാണ്. കാരണം രൂപയുടെ മൂല്യം കുറഞ്ഞു നിൽക്കുമ്പോൾ മറ്റ് രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി ലാഭകരമാകും. പക്ഷേ ഇവിടെ അങ്ങനെ സംഭവിക്കുന്നതുമില്ല. ഇന്ത്യയുടെ കയറ്റുമതിയുടെ 31% നടക്കുന്നത് അമേരിക്കയിലേക്കാണ്. അത് പ്രതിസന്ധിയിലാണ്. നമ്മുടെ IT സേവനങ്ങളുടെ കയറ്റുമതി പോലും താഴുകയാണ്. രൂപ ശക്തിപ്പെടണമെങ്കിൽ ഒരു മാർഗമേ ഉള്ളൂ: ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ മറ്റു രാഷ്ട്രങ്ങൾ കൂടുതലായി വാങ്ങണം. അങ്ങനെ ഒരു സ്ഥിതി ഇപ്പോഴില്ല എന്നതുകൊണ്ടാണ് തകർച്ച തുടർക്കഥയാകുന്നത്. വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിൽ ഒട്ടും തൃപ്തരല്ല. വലിയ വളർച്ചയുണ്ടെന്ന് നമ്മൾ അഭിമാനിക്കുമ്പോഴും ഇന്ത്യയുടെ GDP വളർച്ച തൃപ്തികരം അല്ല എന്നാണ് ആഗോള വിലയിരുത്തൽ. അക്കത്തിലെടുക്കുമ്പോൾ 6%-ലേറെ വളർച്ച കാണിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അത്രയും വരില്ല എന്നാണ് ആഗോള വിമർശനം. ഇത്തരം നെഗറ്റീവ് പ്രചാരണങ്ങളും നമ്മുടെ വിപണിയെ കൂടുതൽ തളർത്തുകയാണ് ചെയ്യുന്നത്. $100 കോടി ഓഹരികളാണ് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ സെപ്റ്റംബറിൽ മാത്രം വിറ്റൊഴിച്ചത്. ഏകദേശം 8,800 കോടി രൂപയ്ക്ക് തുല്യമാണ് ഈ തുക. ഈ വർഷം മാത്രം $1,600 കോടി ഓഹരികളാണ് വിറ്റൊഴിച്ചത്. അതുമാത്രം ഏകദേശം 1.5 ലക്ഷം കോടി രൂപ വരും. ഇന്ത്യയുടെ വിപണിയിലുള്ള വിശ്വാസ നഷ്ടമാണ് ഇത് കാണിക്കുന്നത്.